വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൽ 2 ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. ഇതാണ് ആദ്യത്തേത്, ഇത് രണ്ടാമത്തേത്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് തന്നെ ആദ്യം വായിക്കാം, രണ്ടാമത്തേത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആക്കി ഇടാം, സെക്കൻഡ് പാർട്ട് വരും. അപ്പോൾ ഒന്നാമത്തെ ഓട്ടോഗ്രാഫ്, ഞാൻ SSLC എക്സാം എഴുതിയത് 2018-ലാണ്. അപ്പോൾ ഇത് 2018-ലുള്ള ഓട്ടോഗ്രാഫാണ്. ഇതാണ് ഒന്നാമത്തെ ഓട്ടോഗ്രാഫ്. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതായത് എൻ്റെ കൂടെ പഠിച്ചവർക്കും അവർക്കും ഓർമ്മകൾ എന്തൊക്കെയാണ് നടക്കുന്നേ അയവറക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. ഓക്കെ, ഓട്ടോഗ്രാഫിൽ സംതിങ് ഫിഷി ആയിട്ടുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിൽ പകുതിയിൽ കൂടുതൽ ബെസ്റ്റ് വിഷസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും വേണ്ട. ഒന്നാമത്തെ ഓട്ടോഗ്രാഫിന്റെ ഫ്രണ്ടില് DQ ആണ്, ജോമോന്റെ സുവിശേഷങ്ങൾ. ബാക്കിൽ കലിയാണ്, കലി. നമ്മുടെ രണ്ടാമത്തേല് ഫ്രണ്ടിൽ വിജയ്, മെർസലാണ്, മെർസൽ. ബാക്കിലും മെർസലാണ്. അപ്പോ ഒന്നാമത്തേതിന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? തോളിൽ കൈയിട്ട് നടക്കുന്നവനല്ല, വീഴുമ്പോൾ താങ്ങുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. സത്യം. ഇച്ചിരി ക്രിഞ്ചായി പോയില്ലേ ഇത്? കൂടെ ഇരുന്നിട്ടും പറഞ്ഞില്ല ഞാൻ, അരികെ ഇരുന്നിട്ടും അറിഞ്ഞില്ല നീ. മൈ സ്റ്റാമ്പ് ബുക്ക് ഫോർ മൈ ഫ്രണ്ട്സ്. അപ്പോ ഇതാണ് ഓട്ടോഗ്രാഫിന്റെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതേപോലത്തെ ഓട്ടോഗ്രാഫ് ഒന്നും ഉണ്ടാവില്ല. അവരാണെങ്കിൽ വാട്സാപ്പിൽ ഒരു ഗൂഗിൾ ഫോം ഇടും, അതങ്ങ് ഫില്ല് ചെയ്ത് വിടും. അതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ഓട്ടോഗ്രാഫ്. ഞാനൊക്കെ പഠിച്ച സമയത്ത് എല്ലാവരും ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും കുറെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് 10ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ എടുത്ത ഫോട്ടോയാണ്. അത് തന്നെയാണ് ഇതിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. 10ാം ക്ലാസ്സിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഫോട്ടോ അവർ എടുത്തു വയ്ക്കുമല്ലോ സ്കൂളുകാർ. അപ്പോ നെയിം പാർത്ഥൻ RK, നിക് നെയിം പാത്തു എന്നാണ് ഞാൻ എഴുതിയത്. പണ്ട് ഇഷ്ടം പോലെ ഇരട്ട പേരുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോളേജിൽ പോയപ്പോഴാണ് കൂടുതൽ കിട്ടിയത്. പാക്കരൻ എന്നും പാറു എന്നും അതൊന്നും ഇതെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കിട്ടിയിട്ടുണ്ട്. ബർത്ത്ഡേ 25/5/2001, സോഡിയാക്ക്, തിരുവാതിര. ആംബിഷൻ, ഓ മൈ ഗോഡ്, ഞാനാണെങ്കിൽ ഡോക്ടർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ പണ്ട് പണ്ട്. ഹോബി ഡ്രോയിങ്, ഹിയറിംഗ് മ്യൂസിക്. ഇതിൽ ഡ്രോയിങ് ഇപ്പൊ ഒന്നുമില്ല, ഒരു പടം പോലും ഇപ്പൊ ഞാൻ വരയ്ക്കാറില്ല. പക്ഷെ ഹിയറിംഗ് മ്യൂസിക് എല്ലാ ദിവസവും പക്ക ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. ഫ്രണ്ട്സ്, ആര്യൻ, ആശിഷ് ആൻഡ് മൈ ഓൾഡ് ക്ലാസ്മേറ്റ്സ്. റോൾ മോഡൽ മൈ ഫാദർ, മൈ മദർ. മൂവീസ് CIA. അത് മറ്റേ ദുൽഖറിന്റെ CIA ഒക്കെ ഇറങ്ങിയ സമയമായിരുന്നു, അതുകൊണ്ടാണ്. ആക്ടർ ദുൽഖർ സൽമാൻ, ആക്ട്രസ് അനുശ്രീ. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എഴുതിയതാണ് ലാൽ സലാം. പട്ടൊക്കെ ഞാൻ SFI ഒക്കെ ആയിരുന്നു. ഇപ്പോ SFI എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചെവി പൊത്തും. അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഡിയർ ചങ്സ് ആൻഡ് ചങ്കറ്റീസ്, ഫ്രണ്ട്ഷിപ്പ് ഈസ് ദി സീക്രട്ട് ടു എ ലോങ് ലാസ്റ്റിംഗ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ഇതൊക്കെ പണ്ട് എവിടെന്നോ ഗൂഗിൾ നോക്കി എഴുതിയതാണ്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ SSLC എക്സാം. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും 10A+ ലഭിക്കട്ടെ. എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. ഫസ്റ്റ് പേജിൽ എഴുതിയിരിക്കുന്നത് ഡിയർ പാക്കരൻ, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ SSLC ആൻഡ് ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ. ഇത് എഴുതിയത് മുഹമ്മദ് അഫ്സലാണ്. അവന്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുന്നത് വിജയാണ്. പിന്നെ ആക്ട്രസ് എന്ന് പറയുന്നത് നയൻതാരയാണ്, നയൻതാര. അടുത്തത് അബി GS എഴുതിയതാണ്. അവന്റെ നിക് നെയിം എന്ന് പറയുന്നത് ഉണ്ണി അഥവാ കണ്ണൻ എന്നാണ്. പിന്നെ അവന്റെ ഫേവറേറ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് കാജൽ അഗർവാൾ ആണ്, കാജൽ അഗർവാൾ. L എന്ന ബസ്സിൽ കയറി O എന്ന സീറ്റിൽ ഇരുന്ന് V എന്ന പെണ്ണിനെ നോക്കി E എന്ന് ചിരിച്ചാൽ നിന്റെ ചെപ്പാക്കുറ്റി അടിച്ച് പൊടിക്കും. ഓ മൈ ഗോഡ്, സീനാണ് അവൻ. ഒരിക്കലും മറക്കില്ല എന്റെ ചങ്ക്, എത്ര താറ്റിയാലും ഒരു ഉളുപ്പവും ഇല്ലാത്ത ചങ്ക്. നിന്റെ തറ ഭാവിക്ക് എന്റെ രതീഷും ചായയും. താങ്ക് യു. നെക്സ്റ്റ്. അടുത്തത് സൂരജ് ബാബു ആണ്. അവന്റെ ഫേവറേറ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് സമന്ത. ഡിയർ പാർത്ഥൻ, വിജയവീതികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ, കുറച്ച് കാവ്യാത്മകമാണ്. വിജയവീതികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സ്വല്പം വെയിലടിക്കുന്നത് നല്ലതാ, എന്നാലേ തണലുണ്ടാക്കുന്ന വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ഒറ്റപ്പെടലിന്റെ ഏകാന്തത ജീവിതത്തെ തളർത്തില്ല, എന്നും വിജയപാതകളിലേക്ക് നയിച്ചുകൊണ്ട് ജീവിതത്തെ വളർത്തും. ഓക്കെടാ. നെക്സ്റ്റ് ആര്യൻ എഴുതിയതാണ്. അവന്റെ ഫേവറേറ്റ് ആക്ട്രസ് കാജൽ അഗർവാൾ ആണ്. മൈ ഡിയർ ചങ്ക് ബ്രോ, സ്നേഹമാകുന്ന കടൽ തീരത്തിരുന്ന് നീയും അവളും കാലുരസുമ്പോൾ ഓർക്കുക, ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണ്. നമ്മളെല്ലാം അസംബ്ലിയിൽ വെയിലിൽ നിന്ന് കരിയുമ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് സുഖിക്കുന്ന എൻ്റെ പൊന്നു കൂട്ടുകാരൻ പാർത്ഥൻ. അതായത് എൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം അസംബ്ലിയിൽ ഇറങ്ങി നിൽക്കാറില്ല, ക്ലാസ്സിൽ തന്നെ ഇരിക്കും.
എന്റെ ക്ലാസിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് അസംബ്ലി നടക്കുന്നത്. വെയിലത്ത് നിൽക്കുന്ന നമ്മൾ വെളുത്തിരിക്കുന്നു, അകത്ത് ഫാൻ ഇട്ടിരിക്കുന്ന നീ കറുത്തിരിക്കുന്നു. എന്താണ് അതിന്റെ ഗുട്ടൻസ്? യു ആർ കിഡു മരണമാസ് ഒരു പക്കാ വധം മൈ ബ്രോ. ഓഹ്, അടുത്ത ഇത് സീനാണ്. ആര്യ എൽ സുരേഷ് എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. ആക്ടർ വിജയ്, ആക്ട്രസ് കാജല്, TV ഷോ സ്റ്റാർ വാർ, ആംബിഷൻ എ ഗുഡ് ജോബ് വിത്ത് സോ മെനി സാലറി. ഡിയർ കോഴി, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. കാരണം സർക്കാർ പറഞ്ഞിട്ടുണ്ട് ദുരന്തങ്ങളെ ഒരിക്കലും മറക്കരുതെന്ന്. വെഡിങ് കാർഡ് അയക്കണം, ആ ദുരന്തം നേരിൽ കാണാനാ പ്ലീസ്. വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ, വെഡിങ് കാർഡ് ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. ഓക്കെ. അടുത്തത് ആശിഷ് എഴുതിയതാണ്. ആശിഷ്, ആകപ്പാടെ ആശിഷും കാവ്യയും മാത്രമേ ഞാനായിട്ടിപ്പോൾ കോണ്ടാക്ട് ഉള്ളൂ. ഞങ്ങൾ വല്ലപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ബാക്കി ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ഇല്ല. വലുതൊന്നുമില്ല, കോണ്ടാക്റ്റേ ഇല്ല. ആശിഷ് എഴുതിയത് നമുക്ക് വായിക്കാം. അവന്റെ ഫേവറേറ്റ് ആക്ട്രസ് കാജൽ അഗർവാൾ ആണ്. ഡിയർ പാർത്തൻ, മാരി എ ബ്യൂട്ടി, ഗോ ടു ഊട്ടി, ഡു യുവർ ഡ്യൂട്ടി, കം വിത്ത് എ കുട്ടി. ബ്രിട്ടാനിയ ഈസ് ദി ബിസ്ക്കറ്റ് ഓഫ് ഇന്ത്യ, ബജാജ് ഈസ് ദി ബൈക്ക് ഓഫ് ഇന്ത്യ, യു ആർ ദി വേസ്റ്റ് ഓഫ് ഇന്ത്യ, ഡോണ്ട് ഫർഗെറ്റ് മീ. വാടാത്ത പൂ പോലെ, മായാത്ത നിറം പോലെ നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. അടുത്തത് ഹരീഷ് വിജയാണ്. പ്രിയപ്പെട്ട ചങ്കിന്, ജീവിതം ഒരു മഹായാത്രയാണ്. അതിൽ നീ ജയിക്കും ഉറപ്പുണ്ട്. പക്ഷെ കുറച്ച് പരിശ്രമിക്കണം. നിന്റെ SSLC പരീക്ഷയ്ക്കും ഫ്യൂച്ചർ ലൈഫിനും ആശംസകൾ. പിന്നെ ട്യൂഷൻ ക്ലാസ്സിലും സ്കൂളിലും ഇനി കോളേജിൽ പോകുമ്പോഴുമുള്ള മൗത്ത് ലുക്കിംഗ് പരമാവധി ഒഴിവാക്കുക. പിന്നെ ചിരിയുടെ ഉത്സവം തീർത്ത പ്രിയ സുഹൃത്തിന് ആശംസകൾ. താങ്ക് യു. അടുത്തത് കൃഷ്ണപ്രിയയാണ്. ഡിയർ പാർത്ത, അതിന്റെ ബ്രാക്കറ്റിൽ ബ്രോ. ഓക്കെ സിസ്. മാർച്ചിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. സിനിമയുടെ പേര് SSLC. സംവിധാനം രവീന്ദ്രനാഥ്. ഞാൻ പഠിച്ചപ്പോ രവീന്ദ്രനാഥ് സാറായിരുന്നു അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അവതരണം പെൻ, പശ്ചാത്തലം ലേബർ ഇന്ത്യ, ആക്ടർ പേപ്പർ, ആക്ട്രസ് തുണ്ട്. ബെസ്റ്റ് വിഷസ് ടു യുവർ SSLC എക്സാമിനേഷൻ. ഒരിക്കലും മുങ്ങാത്ത ആ ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്. ഐ ആം നെവർ ഫർഗെറ്റ് യു, ബൈ കൃഷ്ണപ്രിയ. നമുക്ക് സംതിങ് ഫിഷി. ജിത്തു പി ജെറാഡിന്റെ വായിക്കാം. ഡിയർ ബ്രോ, 1000 സൗഹൃദങ്ങൾ സ്ഥാപിച്ചാലും ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ നിന്നെ കാണുമ്പോൾ തിരിച്ചറിയും. അത് സത്യം തന്നെ. വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. കാണുമ്പോഴൊക്കെ അവൻ എന്നെ തിരിച്ചറിയാറുണ്ട്. അടുത്ത് നേഹ, ഐ ആം വിഷിംഗ് യു ടു ഇൻക്രീസ് ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. അതൊക്കെ മോശമല്ലേ നേഹ. ഡിയർ പാർത്ത, നമ്മൾ തമ്മിൽ അധികം മിണ്ടിയിട്ടില്ല, എന്നാൽ പോലും നീ എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന ഷിപ്പിൽ എന്നോടൊപ്പം 10ാം ക്ലാസ് എന്ന പഠിക്കൽ വരെ യാത്ര ചെയ്ത യാത്രക്കാരിൽ ഒരാളായ നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനിയെങ്കിലും കാണുമ്പോൾ ചിരിക്കാൻ മറക്കരുത്. ബെസ്റ്റ് ഓഫ് ലക്ക്. വല്ലപ്പോഴും കാണുമ്പോൾ ചിരിക്കാം. അടുത്തത് അജിൻസി. ഡിയർ പാത്തു ചങ്കര, നിനക്ക് ചാളമേരിയ പോലെ സൽസ്വഭാവിയും സുന്ദരിയും സൗമ്യയും നിഷ്കളങ്കയും തെറി വിളിക്കാൻ അറിയാത്തതുമായ ഒരു മിസ് വേൾഡിനെ ജീവിത പങ്കാളിയായി കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാനും പ്രാർത്ഥിക്കാം, നിനക്ക് കൊച്ചു പ്രേമനെ പോലെ ഒരു സുന്ദരൻ ചെറുക്കനെ കിട്ടട്ടെ എന്ന്. പെട്ടെന്ന് ഇത് തീർക്കണം. അടുത്ത അനഘ, നീ എന്റെ വേവാണ്, നീ എന്റെ നെറ്റാണ്, നീ എന്റെ ഫയറാണ്, അതായത് അലവലാതി. താമരക്കുളത്തിൽ തീരത്തിരുന്നാലും വേരറ്റ് പോകില്ല ഈ സ്നേഹം മാത്രം. ആര്യ എസ് രാജ്, ഞാനാണെങ്കിൽ സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കാൻ പോയപ്പോൾ ഞാൻ 7ാം ക്ലാസ് വരെ CBSE ആയിരുന്നു. 8ാം ക്ലാസ്സിലാണ് ഞാൻ സ്റ്റേറ്റ് ആയത്. ഞാൻ ആ സ്കൂളിൽ പോയിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ട പെൺകൊച്ചാണ് ആര്യ എസ് രാജ്. അതും ഞാൻ പോയ സ്കൂൾ ബസ്സിൽ ഞാൻ ഇരുന്ന സീറ്റിന്റെ അടുത്ത് വന്നിരുന്ന് പരിചയപ്പെട്ടതാണ്. ഓക്കെ. ഡിയർ ഡാഷ്, എന്ത് വിളിക്കാനാ നിന്നെ? പേര് വിളിച്ചാൽ വേറെ ഒന്നും വിളിക്കണ്ട. ആദ്യം തന്നെ നിന്നെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ബെസ്റ്റ് വിഷസ്. സക്സസ് ഈസ് സ്വീറ്റ് ബട്ട് ഇറ്റ്സ് സീക്രട്ട് ഈസ് സ്വെറ്റ്. സത്യം, എനിക്ക് എന്റെ അർത്ഥം മനസ്സിലായില്ല. അടുത്തത് നോക്കാം. അടുത്തത് രാകേഷ്, അവന്റെ ഫേവറേറ്റ് ആക്ട്രസ് കീർത്തി സുരേഷ്. റെമോ സിനിമയാണ്. ഡിയർ പാർത്തൻ, MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. അളിയ, സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടപ്പോഴാണ് നിന്റെ കാര്യം ഞാൻ ഓർമ്മിച്ചത്. നിന്നെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1ാം ക്ലാസ്സിലെ
ഒന്നാം പാഠത്തിലെ ഒന്നാമത്തെ വാക്കാണ് തറ. ഏഹ്, നിന്നെ ഞാൻ ഓർക്കാത്തത് നന്നായി. അടുത്ത് ഹേമയുടെ ഫേവറേറ്റ് ആക്ടർ നിവിൻ പോളി. ഡിയർ പാർത്ത, എല്ലാവരും നിന്നെ അകറ്റുമ്പോൾ, ആരും നിന്നോട് കൂട്ടുകൂടാതിരിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, കുളിക്കാൻ സമയമായി. മറിക്കാം അപ്പുറത്ത്. അടുത്ത് ആരതി എം എസിന്റെ ഫേവറേറ്റ് ആക്ടർ ദുൽഖർ സൽമാൻ. ഓ മൈ ഗോഡ്. ഡിയർ ഡൂഡ്, നിന്റെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് കേട്ടു. എന്നും വൈകിട്ട് കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ വരുന്ന പെൺപിള്ളാരെ വായി നോക്കരുത്, അവർക്ക് സ്വസ്ഥത കൊടുക്കണം. 10A ഗേൾസ്, അതായത് ഞാൻ പഠിച്ച ക്ലാസ് ഡിവിഷൻ എന്ന് പറയുന്നത് 10A ഡിവിഷൻ ആയിരുന്നു. 10A ഗേൾസ് എല്ലാവരും ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. നിന്നെ ആ ക്ഷേത്ര പരിസരത്തെങ്ങാനും കണ്ടാൽ അവിടെ ഇട്ട് തന്നെ തല്ലിക്കൊല്ലും. റിമെമ്പർ ഇറ്റ്. ഓട്ടോഗ്രാഫ്. ആരതി, വിലപ്പെട്ടതാണ്, കളയരുത്. ഇന്ന് തന്നെ ഇതിനെ കീറി കളയണം. അടുത്തത് കാവ്യ HK ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആശിഷും കാവ്യയും. അതിലെ കാവ്യയാണ് ഈ കാവ്യ. കാവ്യയുടെ ആക്ടർ വരുൺ ധവാനാണ്. ഡിയർ പാക്കര, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ അൽ കലിപ്പ് എക്സാംസ്. എനിക്ക് ഉറക്കം വരാത്ത ചില രാത്രികളിൽ നിന്നെ പറ്റി ഞാൻ ഓർക്കും. നിന്റെ ആ മുഖം, നിന്റെ ആ ചിരി, ഓ, അപ്പോ തന്നെ എന്റെ ബോധം പോവും. ഇതാ കിടക്കണം. കാത്തിരിപ്പിന്റെ സുഖം, കാണാതിരിക്കുമ്പോഴുള്ള നൊമ്പരം, കണ്ടിട്ടും കാണാതെ പോകുമ്പോഴുള്ള വേദന, അതാണ് KSRTC ബസ് യാത്ര. അതിനോട് ഞാൻ 100% യോജിക്കുന്നു കാവ്യെ. അടുത്തത് അഞ്ജലിയുടെ ഫേവറേറ്റ് ആക്ടർ സൂര്യ, വിജയ്, പ്രവാസ്. ബാഹുബലി ടൈം. ഡിയർ ഫ്രണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ എനിക്കത് ഓർമ്മയുണ്ട്. അത് എന്താണെന്നോ? നീ ജനിച്ച ആ ദിവസം ആകാശം രണ്ടായി പിളർന്നു, നക്ഷത്രങ്ങൾ തിളങ്ങി. പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സോറി, ഒരബദ്ധം സംഭവിച്ചു. അഞ്ജലി. അടുത്തത് അബിയയുടെ ഫേവറേറ്റ് ആക്ടർ DQ ആണ്. ഡിയർ ബ്രോ, എന്താണ് സിസ്, പറഞ്ഞോളൂ. കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന പോലെ നിന്റെ കണ്ണ് ഗേൾസിൽ നിന്നും മാറ്റി ടെക്സ്റ്റിൽ നിന്ന് 2 അക്ഷരം പഠിക്കടാ. ഇറ്റ് ഈസ് എ ഫ്രീ അഡ്വൈസ് ഫ്രം യുവർ സിസ്റ്റർ. ഓക്കെ സിസ്റ്റർ. ബെസ്റ്റ് വിഷസ് പറയുന്നില്ല, കാരണം നീ പാസ്സാവില്ലെന്നറിയാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്നാലും ഇരിക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെഡിങ് കാർഡ് നടന്നു വന്ന് തരേണ്ട ദൂരമേ ഉള്ളൂ. തരണം? ഇല്ല, ഞാൻ നിനക്ക് വാട്സപ്പിൽ അയക്കുള്ളൂ. അടുത്തത് വിൻസി. ഡിയർ പാർത്തൻ ബ്രോ, വെഡിങ് കാർഡ് ചോദിക്കുന്നില്ല, കാരണം നിനക്കൊക്കെ ആരാടാ പെണ്ണ് തരുന്നത്? അഥവാ ഒന്ന് ഒത്തു കിട്ടിയാൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യം ഞാൻ നിന്നെ വിളിക്കുകയുള്ളൂ. ഓക്കെ. L എന്ന ബസ്സിൽ കയറി O എന്ന സീറ്റിൽ ഇരുന്ന് V എന്ന പെണ്ണിനെ നോക്കി E എന്ന് ഇളിച്ചാലുണ്ടല്ലോ, നിനക്ക് വേറെ ആരുടെയും മുന്നിൽ ചിരിക്കാൻ പല്ല് കാണില്ല. അത് കാര്യം. തീർന്നിട്ടില്ല കേട്ടോ, 1-2 കൂടി ഉണ്ട്. ആവണി ഗായത്രി എഴുതിയതാണ്. ഫേവറേറ്റ് ആക്ടേഴ്സ് വിദ്യാർത്ഥ്, DQ, വരുൺ ധവാൻ. ഡിയർ പാർത്ത, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. റിയലി. എന്തുകൊണ്ടെന്നാൽ മേനക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ലവ് അനിമൽസ്. കൊണ്ട് കളഞ്ഞു. നീ എന്റെ വേവ് ആണ്, നീ എന്റെ നെറ്റാണ്, നീ എന്റെ ഫയർ ആണ്, അതായത് അലവലാതി. ഇതാണ് ഗായ്സ് നമ്മുടെ ഈ ഒരു ഓട്ടോഗ്രാഫിലെ ഏറ്റവും അവസാനത്തേത്. ഇതിൽ 1000 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ഡിയർ സഖാവ്, ജയിച്ച നാടിനായി ചോര നീരാക്കി നാടിനെ രക്ഷിക്കേണ്ട പ്രിയ സഖാവിന്. ഇപ്പൊ ഞാൻ സഖാവൊന്നല്ല കേട്ടാ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ SSLC എക്സാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓട്ടോഗ്രാഫ് തീർന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഞാൻ ഇതിന്റെ രണ്ടാമത്തെ ഓട്ടോഗ്രാഫ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവർക്കും, ഇത്രയും കേട്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ എന്തായാലും ഓക്കെ, ബൈ.